നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഫാസിസവും നാസിസവും. അതിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞു. അതിൻ്റെ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധം പറഞ്ഞു. അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ്ഡാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്, രണ്ടാം ലോക മഹായുദ്ധം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ ആ ക്ലാസ് നിർബന്ധമായും കേൾക്കുക. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1919 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് ജർമ്മനിയാണ്. പിന്നീട് 1919 തോൽക്കുകയും അതിൽ വിജയിച്ച രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടന്, അമേരിക്ക, ഫ്രാൻസ് അടങ്ങിയ സഖ്യകക്ഷികളാണ് അതിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ 1919 നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ പാരീസിൽ വെച്ചൊരു സമാധാന സമ്മേളനം ഉണ്ടാകുകയും അതിൽ വെച്ചിട്ട് ധാരാളം സന്ധികൾ നിർമ്മിക്കുകയും ചെയ്തു. വേഴ്സായ് സന്ധി എന്ന് പറയുന്ന പേരിൽ ഒരു സന്ധി ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ജർമ്മനിക്കെതിരായിട്ട് തോറ്റ രാജ്യങ്ങൾക്ക് എതിരായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഈ ജർമ്മനിക്കെതിരായിട്ട് വിജയിച്ച രാജ്യങ്ങൾ ഉണ്ടാക്കിയ സന്ധിയായിരുന്നു വേഴ്സായ് സന്ധി എന്ന് പറയുന്നത്. അത് 1919 പിന്നീട് 1933 നമ്മൾ പറഞ്ഞു 1933 ആര് ഭരണത്തിൽ വരികയാണ്? ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭരണത്തിൽ വരികയും വേഴ്സായ് സന്ധി ഓരോന്നായിട്ട് എന്താക്കി ഹിറ്റ്ലർ നിഷേധിക്കുകയാണ്, പൊളിച്ചുകളയാണ്, അതിനെ അനുസരിക്കാതിരിക്കുകയോ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ ചർച്ച ചെയ്തു. എന്നിട്ടും അവിടെ എന്താക്കുന്നില്ല ആരും. നമ്മുടെ ഈ വേഴ്സായ് സന്ധി ഉണ്ടാക്കിയ ബ്രിട്ടനോ അല്ലെങ്കിൽ അമേരിക്ക ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജർമ്മനിക്കെതിരെ ഒരു നീക്കവും നടത്തുന്നില്ല, അവരെ തടയൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല അവർക്കൊരു പ്രീണന നയം കൂടിയാണ്, സമീപനം കൂടിയാണ് അവർ നൽകിയത്. കാരണം അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് അന്നത്തെ ചെക്കോസ്ലോവാക്കിയയിലെ സ്ഥലമായിരുന്ന സുഡൻ ലാൻഡ് എന്ന് പറയുന്ന ഈ സ്ഥലം എന്താക്കുകയാണ്, അത് ജർമ്മനി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വാദിച്ച് അത് വാങ്ങാൻ നിന്നപ്പോൾ അതിനെന്താക്കുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, ഈ സഖ്യകക്ഷികൾ ജർമ്മനിക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞു നമ്മൾ 1938 ഒരു ഉടമ്പടി ഉണ്ടാക്കി, മ്യൂണിക് ഉടമ്പടി, അത് അല്ലെങ്കിൽ മ്യൂണിക് ചതി എന്നും പറയാം. 1938 അതാണ് ഏതുണ്ടായത്, ഈ ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത് സുഡൻ ലാൻഡ് ജർമ്മനിക്ക് ലഭിക്കാൻ കാരണമായ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. ഇതിനൊക്കെ കൂട്ട് നിന്നതാരാണ്? അത് ഇവരുടെ സഖ്യകക്ഷികളായിരുന്നു ജർമ്മനിയുടെ കൂടെ നിന്നത്. അതായത് ജർമ്മനിക്ക് പ്രീണന സമീപനം നൽകുകയായിരുന്നു ചെയ്തത്. പിന്നീട് 1939 എന്താണ്? ഉരുക്കുസന്ധി. ഏതാണ്? ഉരുക്കുസന്ധി. ഈ ഉരുക്കുസന്ധി എന്ന് പറയുന്ന അഥവാ റഷ്യയല്ല ഹിറ്റ്ലറും മുസോളിനിയും അഥവാ ഇറ്റലിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു സന്ധിയായിരുന്നു ഉരുക്കുസന്ധി എന്ന് പറയുന്നത്. അതായത് തങ്ങൾക്ക് എന്ത് ആക്രമണം വന്നാലും അതിന് ആര് സഹായിക്കണം? ഇറ്റലി സഹായിക്കുകയും ഇറ്റലിക്ക് എന്ത് വന്നാലും അതിന് ജർമ്മനി സഹായിക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു സന്ധിയാണ് ഉരുക്കുസന്ധി. അതേ വർഷം തന്നെ റഷ്യയും ജർമ്മനിയും തമ്മിലൊരു സന്ധി ഉണ്ടായി. അതാണ് അനാക്രമണ സന്ധി. ഏതാണ്? അനാക്രമണ സന്ധി എന്ന് പറയുന്നത്. ഈ അനാക്രമണ സന്ധി എന്ന് പറഞ്ഞാൽ ജർമ്മനി റഷ്യ എന്താക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, സമാധാനപരമായി മുന്നോട്ട് നീങ്ങണം. അങ്ങനെയാണ് പിന്നീടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുന്ന സംഭവം 1939 സെപ്റ്റംബർ 1 നടക്കുന്നത്. എന്താണ് പെട്ടെന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് അത് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ്. ഇതെപ്പോഴാണ്? 1939 സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 ജർമ്മനി എന്താക്കുകയാണ്? പോളണ്ടിനെ ആക്രമിക്കുകയാണ്. ഇതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ പറയാം 1939 2 സന്ധികൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഉരുക്ക് സന്ധിയും ഒന്ന് അനാക്രമണ സന്ധിയും. ഈ 2 സന്ധിയും കഴിഞ്ഞ് പിന്നീട് പോളണ്ടിനെ ആക്രമിക്കുകയാണ്? ജർമ്മനി ആക്രമിച്ചു. അങ്ങനെ 1939 സെപ്റ്റംബർ 1 ഇവിടെ എന്താകുകയാണ്? രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939 സെപ്റ്റംബർ മുതൽ 1945 ഓഗസ്റ്റ് വരെയാണ്. എപ്പോൾ? 1939 സെപ്റ്റംബർ മുതൽ 1945 ഓഗസ്റ്റ് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും ഭീകരമായ ഒരു യുദ്ധമുറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏറ്റവും ഭീകരമായ അണുവായുധങ്ങൾ വർഷിച്ചുള്ള ഒരു യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകം സാക്ഷ്യം വഹിച്ചത്.
ഒന്നാം ലോക മഹായുദ്ധത്തിനേക്കാൾ കൂടുതൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു, 6 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലും 2 കക്ഷികളുണ്ടായി. ഒന്ന് സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അഥവാ സഖ്യശക്തികൾ, മറ്റൊന്ന് അച്ചുതണ്ട് ശക്തികൾ. അങ്ങനെ 2 കക്ഷികൾ ഉണ്ടാവുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും ത്രികക്ഷികളും സഖ്യകക്ഷികളും ഉണ്ടായി. അതുപോലെ തന്നെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലും 2 സഖ്യങ്ങൾ, ഒന്ന് സഖ്യകക്ഷികളും 2 അച്ചുതണ്ട് ശക്തികളും. ഈ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ സഖ്യശക്തികൾ ഉണ്ടായിരുന്ന രാജ്യം ആരൊക്കെയായിരുന്നു? ആരംഭത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, പിന്നെ ഏതുമാണ്? ചൈനയുമാണ്. അതൊക്കെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. നമുക്കറിയാം ഇംഗ്ലണ്ടും ഫ്രാൻസും കഴിഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിലും എന്തായിരുന്നു, ഒരു ഭാഗത്ത് ഒരു ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തു പോന്നിരുന്നത്. അതുപോലെ തന്നെ അച്ചുതണ്ട് ശക്തികൾ ഉണ്ടായിരുന്നായിരുന്നു റഷ്യ, ജർമ്മനി, ജപ്പാൻ. ഏതൊക്കെ? റഷ്യ, ജർമ്മനി, ജപ്പാൻ. ഈ 3 രാജ്യങ്ങൾ അച്ചുതണ്ട് ശക്തികളിലും. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ആരംഭത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്ന് പറയുന്നത് സഖ്യശക്തികളിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. പിന്നീട് ആളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വരിക താഴെ തന്നിരിക്കുന്നവയിൽ അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക, താഴെ തന്നിരിക്കുന്നവയിൽ സഖ്യകക്ഷികൾ ഏതാണെന്ന് അടയാളപ്പെടുത്തുക, ഇതിൽ ഏതാണ് അച്ചുതണ്ട് ശക്തികളല്ലാത്തവ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്, സഖ്യകക്ഷികൾ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ തുടക്കത്തിൽ എന്ന് പറയാം നമുക്ക് പവർ പ്ലേ, ഒരു ക്രിക്കറ്റ് കളി പോലെ നോക്കുകയാണെങ്കിൽ അതിനൊരു പവർ പ്ലേ എന്ന് പറയാം. ഈ പവർ പ്ലേയിൽ ആര് വിജയിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ അഥവാ ജർമ്മനിയുടെ കീഴിലുണ്ടായിരുന്ന ശക്തികൾ എന്താവുകയാണ്? മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ബ്രിട്ടനും അമേരിക്ക ബ്രിട്ടന്, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്ക് പല ഭാഗത്തു നിന്ന് എന്താക്കുകയായിരുന്നു? ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ പിന്നെ ഇതിലൂടെ കൂടെ സഖ്യശക്തികൾ പുറകോട്ട് പോകാൻ തുടങ്ങി. പിന്നീടാണ് യുദ്ധഗതിയെ മാറ്റി ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രധാന സംഭവങ്ങൾ ഉണ്ടായത്. ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലണ്ട് പ്രധാനമന്ത്രിയായിരുന്നു ആര്? ചേംബർലൈൻ. അങ്ങനെ യുദ്ധം ആ ഒരു സമയത്ത് ബ്രിട്ടൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പിന്നോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അക്രമങ്ങൾ കണ്ടുന്ന സമയത്ത് ചേംബർലൈൻ അവിടുന്ന് വിരമിക്കുകയും പിന്നീട് വിൻസ്റ്റൺ ചർച്ചിൽ എന്താവുകയാണ്? യുദ്ധത്തിലേക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വരികയാണ്. ഈ വിൻസ്റ്റൺ ചർച്ചിൽ അവിടെ പ്രധാനമന്ത്രിയായി വരുന്നത് ഈ ബ്രിട്ടനുകാർക്ക് വല്ലാത്തൊരു അനുഗ്രഹമായി തീരുന്നു. കാരണം ഈ വിൻസ്റ്റൺ ചർച്ചിൽ അവിടുന്ന് വന്നതിന് ശേഷമാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അവരുടെ വിജയത്തിലേക്ക് കുതിപ്പ് ഉയർന്നത് തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രി ആയതിന് ശേഷമാണ്. നമുക്കറിയാം ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ധാരാളം കേട്ട വ്യക്തിയാണ്. സാഹിത്യത്തിന് നോബൽ സമ്മാനം, സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. അല്ലാതെ സമാധാനത്തിനല്ല, സാഹിത്യത്തിന്. കാരണം സമാധാനത്തിന് ലഭിക്കില്ല. കാരണം എന്താ? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താവില്ല? സമാധാനത്തിൻ്റെ ഒരു നോബൽ പുരസ്കാരം ലഭിക്കില്ല. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അധിക്ഷേപിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ആ വിൻസ്റ്റൺ ചർച്ചിൽ ലഭിച്ച സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ്. ഓക്കെ, അതവിടെ വേറെ ചർച്ച. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. അങ്ങനെ എന്താക്കുകയാണ്? അവിടുന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ഈ യുദ്ധത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അവിടുന്ന് പറയുകയാണ്, നമ്മൾ പർവ്വതങ്ങൾക്ക് മുകളിൽ യുദ്ധം ചെയ്യും, നമ്മൾ കടലിന് മുകളിൽ യുദ്ധം ചെയ്യും, ബ്രിട്ടൻ ഒരിക്കലും താഴുകയില്ല എന്നൊക്കെ പറഞ്ഞ് സൈന്യത്തെ പ്രചോദിപ്പിച്ചു. അത് ബ്രിട്ടൻ എപ്പോഴും മുന്നോട്ട് കുതിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സൈന്യത്തിന് എന്താണ് ഒരു ആത്മവിശ്വാസം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ വേറൊരു സംഭവം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഗതി തന്നെ മാറ്റിമറിക്കാനുണ്ടായ മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത്. നമ്മൾ പറഞ്ഞു 1939 അനാക്രമണ കരാർ എന്നും പറഞ്ഞിട്ട് റഷ്യയും അതുപോലെ തന്നെ ജർമ്മനിയും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യരുത് എന്നായിരുന്നു അവിടുത്തെ കരാർ. പക്ഷേ ഇവിടെ എന്താവുകയാണ്? 1939 ആ കരാർ ലംഘിക്കുകയാണ്. ഹിറ്റ്ലർ കരാർ ലംഘിച്ചെന്താക്കുകയാണ്? റഷ്യയെ ആക്രമിക്കുകയാണ്. ഈ സമയത്തായിരുന്നു റഷ്യൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ പ്രസിഡന്റ് ആയിരിക്കെ റഷ്യ ആരക്രമിച്ചു?
ജർമ്മനി അഥവാ ഹിറ്റ്ലർ എന്താക്കുകയാണ്, ആക്രമിക്കുകയാണ്. അതായത് ഈ കരാറിന് എതിരെ പ്രവർത്തിക്കുകയാണ് ആര്, ഹിറ്റ്ലർ. ആ കരാർ അവിടെ നിന്ന് മുറിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പോൾ എന്താക്കി, സ്വാഭാവികമായിട്ടും തങ്ങളൊരു കരാറുണ്ടാക്കി നമ്മളൊരു ടീമായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആക്രമിക്കുമ്പോൾ അവരെന്താക്കും, സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ആ ഒരു കക്ഷിയിൽ നിന്ന് മാറി തങ്ങളുടെ ശത്രുവിനെ എന്താക്കും, മിത്രമാക്കാനാണ് നോക്കുക. തൻ്റെ മിത്രം ശത്രുവായ ശത്രുവിനെ മിത്രമാക്കാനാണ് പല ആളുകളും ശ്രമിക്കുക. അതുപോലെ തന്നെയായിരുന്നു ഇവിടുന്ന് റഷ്യ കണ്ടെത്തിയിരുന്നത്. ഈ സമയം റഷ്യ എന്താവുകയാണ്, അവിടെ നിന്ന് അഥവാ അച്ചുതണ്ട് ശക്തിയിൽ നിന്ന് പിന്മാറിയിട്ട് നേരെ എവിടേക്ക് പോകുന്നു, സഖ്യശക്തിയിലേക്ക് ചേർന്നു. ആരുമായിട്ട്, സഖ്യശക്തിയുമായിട്ട് ചേർന്നു. ഇതോടെ സഖ്യശക്തിയുടെ എണ്ണവും കൂടി അവരുടെ ബലവും കൂടി. കാരണം എന്താ, ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ചൈനയുണ്ട്, കൂടെ ഇപ്പോൾ ആരും കൂടി വന്നു, റഷ്യയും കൂടി വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം, ഇപ്പോൾ ഇവിടെ രണ്ടാളുകളേ ഉള്ളൂ, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനി ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഇറ്റലി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് അവിടെ ജപ്പാൻ പോയിട്ട് ആക്രമിക്കുന്നത്, പോൾ ഹാർബർ, അമേരിക്കയുടെ തുറമുഖമായ പോൾ ഹാർബർ എന്താക്കുകയാണ്, ആക്രമണം നടത്തുകയാണ്. അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധത്തിലും, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പോലെ തന്നെ ആരോടും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നീടാണ് അമേരിക്ക ഒന്നാം ലോക യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ ഇപ്പോഴും ചേരിചേരാ പ്രസ്ഥാനം പോലെ ഒരാളോടും ചേരാതെ തങ്ങൾ എന്താക്കുകയാണ്, അവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് ജപ്പാൻ പോയിട്ട് പോൾ ഹാർബർ എന്ന് പറയുന്ന തുറമുഖം പോയിട്ട് ആക്രമിക്കുന്നത്. നമ്മൾ സമാധാനത്തായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ നേരത്തേക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെന്താക്കുക, ഓൾമോസ്റ്റ് എന്താക്കുക ചെയ്യുക, നമ്മൾ തിരിച്ചെന്താക്കും, പ്രതികരിക്കുക ചെയ്യാം. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ഇവരെന്താക്കി, ബോംബുകൾ വർഷിച്ച്, ഈ പോൾ ഹാർബറിലേക്ക് ബോംബുകൾ വർഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 250ഓളം വിമാനങ്ങൾ അമേരിക്കയുടെ തകർന്നു പോയി. അതുപോലെ തന്നെ ധാരാളം കപ്പലുകൾ അമേരിക്കയുടെ തകർന്നു പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ എന്താക്കാൻ കഴിയില്ല, ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യമായിട്ട് ചിന്തിക്കുകയാണ്, മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താക്കാൻ കഴിയില്ല, സഹിച്ച് നിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയായിരുന്നു അമേരിക്കയുടെയും അവസ്ഥ. അവരുടെ വെറുതെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അമേരിക്ക എന്തായി, ഇവർക്കെതിരായ സഖ്യശക്തിയിൽ പോയി ചേർന്നു. ഏതിൽ പോയി ചേർന്നു, സഖ്യശക്തിയിൽ പോയി ചേർന്നു. ഈ സഖ്യശക്തിയിൽ പോയി ചേർന്നപ്പോൾ ഇവിടെ വീണ്ടും എന്താകാണ്, സഖ്യശക്തിയുടെ ബലം കൂടി ഇല്ലേ. ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ചൈനയുണ്ട്, റഷ്യയും ഉണ്ട്. അങ്ങനെ ഈ സഖ്യശക്തികളുടെ ബലം അല്ലെങ്കിൽ അവരുടെ നിര കൂടിക്കൊണ്ടുവരികയാണ്. ഇതോടുകൂടി അമേരിക്ക കൂടി എന്തിലേക്ക് കടന്നു വന്നു, സഖ്യശക്തിയിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടെ എന്താകാണ്, അവിടെ അവരുടെ യുദ്ധമുറകൾ മാറുകയാണ്. പല ഭാഗത്തും മുമ്പ് ഇവർക്ക് പവർ പ്ലേയിൽ ഈ ജർമ്മനിയുടെ അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എങ്ങനെയൊക്കെയാണോ പവർ പ്ലേയിൽ പല ഭാഗത്തു നിന്ന് ഇവരെ ആക്രമിച്ച് അതിലുപരിയായിട്ട് എന്താക്കി, സഖ്യശക്തികൾ പോയിട്ട് അച്ചുതണ്ട് ശക്തികൾ എന്താക്കാൻ തുടങ്ങി, പല സ്ഥലത്തു നിന്നും തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ തിരിച്ചടി ലഭിച്ച് അവസാനം എന്താക്കി, അച്ചുതണ്ട് ശക്തിയിൽ നിന്നും പിന്മാറി, ഇറ്റലി പിന്മാറി. അങ്ങനെ അച്ചുതണ്ട് ശക്തികളിൽ ആദ്യം പരാജയം സമ്മതിച്ച രാജ്യം ആരാണ്, ഇറ്റലിയാണ്. അപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കും, അച്ചുതണ്ട് ശക്തി രണ്ടാം ലോക മഹായുദ്ധത്തിലെ കക്ഷിയായ അച്ചുതണ്ട് ശക്തിയിൽ നിന്നും ആദ്യം പിന്മാറിയ അല്ലെങ്കിൽ പരാജയം സമ്മതിച്ച് പിന്നോട്ടേക്ക് മാറിയ രാജ്യം ഏതാണ്, ഇറ്റലിയാണ്. ആ ഇറ്റലി കീഴടങ്ങിയത് എപ്പോഴാണ്, 1943. അപ്പോഴേക്കും എത്ര വർഷം കഴിഞ്ഞു, 4 വർഷത്തോളം അവിടെ കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ 1943 ഇറ്റലി എന്താക്കി, അവിടെ നിന്ന് പിന്മാറി. അതോടുകൂടെ അച്ചുതണ്ട് ശക്തികളുടെ ബലം വീണ്ടും കുറഞ്ഞു. കാരണം അവിടെ ഇപ്പോൾ ആരൊക്കെയുള്ളത്, അതെ ആരൊക്കെയാണ്, ഒന്നുണ്ടായിരുന്ന ജർമ്മനിയും മറ്റൊരു ജപ്പാനുമാണ്. ഇതുപോലെ തന്നെ അവസാനം അവിടുന്ന് പിന്മാറുന്ന ആരാണ് നമുക്കറിയാം, ആരായിരുന്നു, ജപ്പാനാണ്. അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ജർമ്മനി എന്താക്കിയില്ല, പിന്നോട്ടേക്ക് മാറാൻ തയ്യാറായില്ല. ജർമ്മനി വീണ്ടും മുന്നോട്ട് പോയി പല സ്ഥലത്തും മുന്നേറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജർമ്മനിയുടെ ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് കൂടെ മടിച്ചു വെക്കേണ്ടതുണ്ട്. ഹിറ്റ്ലർ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജർമ്മനിയുടെ സൈന്യാധിപനായ ഇർവിൻ റോമൻ. ഇർവിൻ റോമൻ. കാരണം ഇർവിൻ റോമൻ എന്ന് പറയുന്ന ജർമ്മനിക്ക് വേണ്ടി ധാരാളം യുദ്ധം നയിച്ച വ്യക്തിയാണ്.
ഫ്രാൻസിലാവട്ടെ ചൈനയിൽ യുദ്ധം നയിച്ചിട്ടുണ്ട്, ഫ്രാൻസിൽ യുദ്ധം നയിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ യുദ്ധം നയിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ മരുഭൂമിയിലടക്കി ഇർവിൻ റോമൻ എന്താക്കിയിട്ടുണ്ട്? യുദ്ധം നയിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ തന്നെ ഇർവിൻ റോമനെ വിളിക്കുന്ന ഒരു പേരായിരുന്നു ഡെസേർട്ട് ഫോക്സ്, അല്ലെങ്കിൽ മരുഭൂമിയിലെ കുറുക്കൻ എന്നുള്ളത്. മരുഭൂമിയിലെ കുറുക്കൻ എന്നുള്ളത് ഡെസേർട്ട് ഫോക്സ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വരും, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെടുന്നത്? ഇർവിൻ റോമൻ. ഈ ഇർവിൻ റോമൻ എന്താക്കാണ്? ജർമ്മനിയുടെ സൈന്യാധിപനാണ്. അദ്ദേഹമായിരുന്നു പല രാജ്യത്തും ജർമ്മനിക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങായി നിന്ന്, അല്ലെങ്കിൽ ജർമ്മനിയെ മുന്നേറ്റം നയിപ്പിക്കാൻ കാരണം ജർമ്മനി എങ്കിൽ പവർ പ്ലേയിലെങ്കിലും ജർമ്മനി ഒന്ന് മുന്നോട്ടേക്ക് കുതിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സൈന്യാധിപനായിരുന്നു ഇർവിൻ റോമൻ. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ പ്രചാരണ വിഭാഗ മന്ത്രിയായിരുന്നു ജോസഫ് ഗീബൽസ്. ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ, ഒരു കള്ളം 100 തവണ ആവർത്തിച്ചാൽ സത്യമാകും എന്ന ഉദ്ധരണി പറഞ്ഞ വ്യക്തിയാണ് ജോസഫ് ഗീബൽസ്. അത് എന്താണ്? പിന്നെ നമുക്കറിയാം ഗീബൽസിയൻ തന്ത്രം. എന്താ ഗീബൽസിയൻ തന്ത്രം? തെറ്റുകൾ പറഞ്ഞ് 100 വട്ടത്തിൽ 1000 വട്ടം പറഞ്ഞെന്താക്കും? ജനങ്ങളെ വിശ്വസിപ്പിക്കും. അത് തെറ്റല്ല, ശരിയാണെന്നെന്താക്കും? ഓരോ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തി നിറക്കുന്ന ഒരു തന്ത്രമായിരുന്നു ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ 2 ശക്തികളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് അച്ചുതണ്ട് ശക്തികളും ഒന്ന് സഖ്യശക്തികളും. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന അച്ചുതണ്ട് സഖ്യശക്തികൾ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, ഇത് മാറി പിന്നീട് അവരോട് ആരൊക്കെ വരികയാണ്? റഷ്യയും അമേരിക്കയും വരികയാണ്. ഇവിടെ ബലം കുറഞ്ഞു ആരൊക്കെയായി? ഇവിടെ പിന്നെ ജർമ്മനിയും ജപ്പാനും മാത്രമായി കുറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷങ്ങളും കാര്യങ്ങളും കൃത്യമായി നോട്ട് ചെയ്യണം. നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ 1-ാം ലോക മഹായുദ്ധവും ഫാസുവും നാസുവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിർബന്ധമായും കേൾക്കുക. അതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവർ നിർബന്ധമായും ആ ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ MSU ടോക്സിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ലൈക്കുമാണ് നമ്മുടെ അടുത്ത ക്ലാസ് ചെയ്യാനും നമ്മുടെ ഓരോ മോട്ടീവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.